നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ലേഡി കേറി എന്നൊക്കെ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ ഗെയിമിലേക്ക് റെയിൻ മോഡൊക്കെ ആക്ടിവേഷൻ അയക്കണം, അതൊക്കെ എങ്ങനെ പറഞ്ഞു തരാം. ഒക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു തന്നതാണെങ്കിലും ബിൽഡിങ്ങിന്റെ ചിപ്പ് കോഡ് പറഞ്ഞു തന്നിട്ട് അപ്പൊ ബിൽഡിംഗ് നമുക്ക് 15 ബിൽഡിംഗ് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യണം, അതൊക്കെ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രം മനസ്സിലാവും. അപ്പൊ റെയിൻ മോഡ് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം കുറെ ആൾക്കാർക്ക് ഇപ്പോഴും അറിയാത്തുണ്ട്, അത് ഞാൻ പറഞ്ഞു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അതിന് മുന്നേറ്റ് നമുക്ക് ആദ്യം വീട്ടിന്റെ ഉള്ളിലേക്ക് ഈ ലേഡിനെ ഉള്ളിൽ കയറ്റണം. അപ്പൊ അതെങ്ങനെ പറഞ്ഞത് നമുക്ക് നേരെ ഇവിടെ ഫൈറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന രീതിയൊക്കെ മാറിയിട്ട് അപ്പൊ നമുക്ക് നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുവരും. ആദ്യം നമ്മളെ ലേഡി വീട്ടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറൂലേ, ഇപ്പൊ നമുക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറും. ആദ്യം നമുക്ക് അടി കൂടെ പോകുന്നു. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ തിരിഞ്ഞാണ് കാണിച്ചു തരുമ്പോൾ നമുക്ക് ലേഡി നമ്മളെ കയറാനായിട്ട് തന്നെ കയറി വരുന്നുണ്ട്. നമ്മളെ വീട്ടിന്റെ ഉള്ളിലേക്കൊക്കെ ആദ്യത്തെ അപ്ഡേറ്റിലേക്കൊന്നും നമ്മളെ വീട്ടിലേക്ക് ഒന്നും കയറില്ല, നമ്മൾ നിലത്ത് കൂടെ അങ്ങനെ പോലെ തലക്കതി കൂടെ കാണുള്ളൂ. അപ്പൊ നമ്മളെ വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റില്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ ലേഡിക്ക് കയറാൻ കഴിയില്ല. ഇവിടുന്ന് ആ സ്റ്റെപ്പ് മുന്ന് ഇങ്ങനെ നീങ്ങി കളിച്ചു. അപ്പൊ ഞാൻ ഒരു പണിയൊക്കെ കണ്ടിട്ടുണ്ട്, ആ പണി ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ ലേഡിനെ കൊണ്ടുവരാം. നമ്മൾ ലേഡിനെ കൊണ്ടുവന്നു. അപ്പൊ ഇതിമ കൂടെ ഇങ്ങനെ കയറ്റി കൊണ്ടുമ്പോ ലേഡി സിമ്പിൾ ആയിട്ട് കയറാം. സ്റ്റെപ്പ് ഉണ്ടായിട്ടാണ്. അപ്പൊ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ ആ ലേഡി അവിടുന്ന് വരുന്നുണ്ട് എത്തിക്കണേ. അവിടെ സ്റ്റെപ്പ് ഉണ്ടായിട്ടാണ് കയറാൻ പറ്റാത്ത. അപ്പൊ സ്റ്റെപ്പ് ഇവിടെ ഒഴിവാക്കിയപ്പോ കുറച്ചും കൂടെ കയറാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ കയറിയപ്പോ നമുക്ക് നേരെ ചാടിയാണ് കോണിന്റെ മുകളിൽ നമ്മളെ ജിമ്മിന്റെ അവിടേക്ക് എത്തണം എന്നാണ് പ്ലാന്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ ഒറ്റയടിക്ക് കയറി, നമ്മൾ തിരിഞ്ഞാൽ കുഴപ്പമില്ല, തിരിയാതെ കയറി നമ്മളൊപ്പം കയറുന്നതിന് അങ്ങനെ ട്രൈ ചെയ്യേണ്ടത്. ഒറ്റയടിക്ക് സ്റ്റെപ്പ് കയറി നിങ്ങൾ തിരിയരുത്. അപ്പൊ എന്തായാലും ഇതിനെ മോൾക്ക് കയറ്റിയിട്ട് കാണിച്ചത്. അപ്പൊ എന്തായാലും അടിക്ക് ഇറങ്ങി പോകണ്ടേ, അങ്ങനെ നമ്മൾ ഡ്രോൺ ഷോട്ടിലൊക്കെ ഓൺ ആക്കിയിട്ട് അങ്ങനെ മോൾക്ക് കയറി. അപ്പൊ നമ്മൾ അവിടെ നിൽക്കണം. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറാണ്. അപ്പൊ ഇതിന് സ്റ്റെപ്പ് കയറാൻ കഴിയാത്തോണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പൊക്കെ സിമ്പിൾ ആയിട്ട് കയറാം, നമ്മൾ ബാക്കൊക്കെ നോക്കാതെ കയറിയാൽ മതി. അപ്പൊ അടിപൊളിയായിട്ട് കയറാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ ഇങ്ങനെ കയറാൻ നോക്കുന്നത്, പക്ഷെ കയറാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്റ്റോറി വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമുക്ക് പോവാം. അങ്ങനെ ഇവിടെ ഒരു ക്യാരക്ടർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ക്യാരക്ടറിനെ ആദ്യം വെടിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ വെടിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പേടിച്ചു ഉടനെ കണ്ട R5 ഇതേപോലെ തന്നെ നമ്മൾ പേടിച്ചോടും. അതേപോലെ തന്നെ നമ്മളെ ഗെയിമിലൊക്കെ ആടെങ്കിലും പിന്നെ അവിടെ ആരോ മാർക്ക് ശ്രദ്ധിച്ചോളൂ. അപ്പൊ നെക്സ്റ്റ് ഇത് ഞാൻ പറഞ്ഞത് ആരോ മാർക്ക് കണ്ടോലിക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളെ കണ്ടാൽ ഇത് പേടിച്ചോടും, നമ്മളിപ്പോ ആക്രമിക്കാൻ വരുന്നൊന്നുമില്ല. അപ്പൊ ആദ്യമൊക്കെ അപ്ഡേറ്റിലൊക്കെ നമ്മളെ വെടിച്ച് ആക്രമിക്കാൻ വരും. അപ്പൊ അതെന്താ ഞാൻ പറഞ്ഞത് ആരോ മാർക്ക് കാണിച്ചത്. അപ്പൊ ഈ സീബ്ര ലൈനിങ് മുറിച്ച് കടക്കുമ്പോഴാണ് നിങ്ങൾക്ക് അപകടം പറ്റുന്നത്. അപ്പൊ ഞാൻ ഒരു വണ്ടി അത് ഇടിച്ചിട്ട് അപ്പൊ ഞാൻ കാണിച്ചൊരാളെ ഇടിച്ച് തെറിപ്പിച്ച ഒരാളെ. അപ്പൊ ആ സീബ്ര ലൈനിൽ കടക്കുമ്പോ ആരും സീബ്ര ലൈനിൽ കടക്കുമ്പോ ഒരു കുഴപ്പമില്ല, വണ്ടി സൈഡിൽ കൂടെ ഒക്കെ പോലെ. ഇപ്പൊ സീബ്ര ലൈനെ ആൾക്കാർ ഇടിച്ച് കൊല്ലാണ്. അതാണ് ഞാൻ ആദ്യം ആരോമാർക്ക് കാണിച്ചത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വെച്ചു. അപ്പൊ ഒരു ലേഡി ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പത്തെ അപ്ഡേറ്റിൽ വന്നത്. അപ്പൊ ബഗ് ആണോന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ബിൽഡിങ്ങിന്റെ പ്രോപ്സ് പറഞ്ഞുതരാം. അപ്പൊ ബിൽഡിങ്ങിന്റെ ചീപ്പ് കോഡൊക്കെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ നമ്മൾ ഫോണത്താണ് H12 കോൾ ചെയ്യുമ്പോൾ പുതിയൊരു ബിൽഡിംഗ് വരും. അപ്പൊ നമ്മൾ ഈ ഗെയിമിലൊന്നും ഇല്ലാത്തൊരു ബിൽഡിംഗ് ആണ് ഞാൻ കാണിച്ചത്. മുന്നേ പോയാണ്ട് കാണിച്ചത്. നിങ്ങൾ ഈ ഗെയിമിൽ കണ്ടിട്ടേ ഉണ്ടാവും, സിറ്റിയിൽ ഓടില്ല ഈ ബിൽഡിംഗ്. അടിപൊളി ബിൽഡിംഗ്, നമുക്ക് സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ട് മുകൾക്ക് കയറാൻ. എനിക്കല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിൽ അപ്ഡേറ്റിൽ വന്ന ഈ ബിൽഡിംഗിൽ ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ടെ. അപ്പൊ അതേപോലെ തന്നെ H13 ഉണ്ട്, ഞാൻ കോൾ ചെയ്ത് കാണിച്ചതാണ്. H13 ഞാൻ ഇത് രണ്ടും ഇവിടെ കാണാത്ത ബിൽഡിംഗ്, പക്ഷെ ഇത് ഞാൻ ഇവിടെ കണ്ടു. പക്ഷെ H12 എന്ന് പറഞ്ഞാൽ ഇതാണ് കാണാത്ത, പക്ഷെ ഇത് ഞാൻ കണ്ടു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തതാണ് ഈ 11 വരുന്നത്. അപ്പൊ 11 കോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറെ ബിൽഡിങ്ങുകൾ, ഇതൊക്കെ നമ്മുടെ സിറ്റിയിലുള്ള ബിൽഡിങ്ങുകൾ, നമ്മൾ കുറെ അറിയുന്ന ബിൽഡിങ്ങുകൾ, കുറെ അറിയാത്ത ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഗെയിമിൽ ആഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ അടുത്തത് B13 എന്നാണ്. അപ്പൊ 13 കോൾ ചെയ്യുമ്പോൾ നമുക്ക് ബിൽഡിംഗ് വെക്കാനുള്ള സ്ഥലം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഏകദേശം സ്ഥലത്തൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അധികം സ്ഥലം നമ്മൾ റൗണ്ടിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത് സ്പോൺ ചെയ്യാം. അങ്ങനെ ഇവിടെ സ്പോൺ ചെയ്തത് ഇവിടുത്തെ സ്ഥലമൊക്കെ ഫുൾ ആയി അടുത്ത സ്ഥലത്തേക്കാണ്. അപ്പൊ B15 സ്പോൺ ചെയ്തത്. അപ്പൊ B11 തൊട്ട് 25 വരെ ഉള്ളു ബിൽഡിംഗ്. ഈ അപ്ഡേറ്റിലേക്ക് വന്ന ബിൽഡിംഗ് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ 16 സ്പോൺ ചെയ്തത്. അപ്പൊ ഇവിടെ വിളിച്ചാൽ അപ്പൊ 16 അടിപൊളി ബിൽഡിങ്ങുകളൊക്കെ വരുന്നു, പല പല ഡിസൈനിൽ ബിൽഡിംഗ്. ഇതൊക്കെ കാണിച്ചത് നമ്മുടെ സിറ്റിയിലുള്ള ബിൽഡിങ്ങാണ്. ഫസ്റ്റ് കാണിച്ചത് ഈ സിറ്റിയിൽ ഇല്ലാത്ത ഒരു പുതിയ ബിൽഡിംഗ് വന്നത്. അപ്പൊ നമ്മൾ അടുത്ത B18 എന്നാണ്. അപ്പൊ അങ്ങനെ കോൾ ചെയ്യാണ്. അപ്പൊ ഇവിടെ കോൾ ചെയ്ത് വരുത്തി അടിപൊളിയാണ്. അപ്പൊ ഇനി B19 എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ വരുത്തിച്ച അങ്ങനെ B19 വരുത്തിച്ചു. ഇനി B20 എന്നാണ്. അപ്പൊ നമ്മൾ 20 സ്പോൺ ചെയ്യാൻ നിൽക്കാൻ. അങ്ങനെ B20 ഇവിടെ സ്പോൺ ചെയ്യാം. അങ്ങനെ B21 ഇവിടെ സ്പോൺ ചെയ്യാം. 21 ചിപ്പ് കോഡ് അടിച്ച് നമുക്ക് നേരെ ഇവിടെ സ്പോൺ ചെയ്യാൻ പറ്റും. അതിന് B21 ഇതിന്റെ ഉള്ളിൽ സ്പോൺ ചെയ്യാം. അപ്പൊ നമ്മൾ നേരെ ഇതിന്റെ ഉള്ളിൽ തന്നെ സ്പോൺ ചെയ്തേക്കണേ. അപ്പൊ ഇനി അടുത്തൊന്നും ഇവിടെ സ്പോൺ ചെയ്യാൻ പറ്റുന്ന സാധനം നമുക്ക് ഇവിടെ തന്നെ സ്പോൺ ചെയ്യാം. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിനെ. അപ്പൊ 24 ബിൽഡിംഗ് ആണ് നമ്മൾ സ്പോൺ ചെയ്ത്. അപ്പൊ നേരെ ഇവിടെ സ്പോൺ ചെയ്യാം. അപ്പൊ ഇനി ലാസ്റ്റ് ബിൽഡിംഗ് ആണ് 25ാമത്തെ B25 സ്പോൺ ചെയ്ത് നമുക്ക് നേരെ ഇവിടെ ആയിട്ട് വിളിപ്പിച്ചു. അപ്പൊ ഞാൻ വിളിച്ച ബിൽഡിംഗുകളൊക്കെ ഡ്രോൺ ഷോട്ട് ഓൺ ആക്കിയിട്ട് കാണിച്ചത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബിൽഡിംഗ് വരുന്നത്. ഈ അപ്ഡേറ്റിലേക്ക് വന്ന എല്ലാ ബിൽഡിംഗും ഞാൻ സ്പോൺ ചെയ്തത്. അപ്പൊ നമുക്ക് കുറെ അറിയുന്ന ബിൽഡിംഗ് ഉണ്ട്, കുറെ അറിയാത്ത ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. നമ്മുടെ സിറ്റിന്റെ ഉള്ളിലുള്ളതും സിറ്റിന്റെ കുറെ പുറത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ കുറെ ആൾക്കാർക്ക് ഇപ്പോൾ റെയിൻ മോഡ് അറിയാത്തുണ്ട്. അപ്പൊ റെയിൻ മോഡിന്റെ ചിപ്പ് കോഡ് 99 എന്നാണ്. അപ്പൊ നമുക്ക് 4 റെയിൻ മോഡ് ആക്ടിവേഷൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്
അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ നേരെ താഴത്തെ വീഡിയോ എന്റെ ഡൗട്ട് ഉണ്ടാക്കി കയറി കാണല്ലേ, ഇതിന്റെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ മിന്നടിച്ചിന് അടിപൊളി സൗണ്ട് ഒക്കെ ഉണ്ട്. ഇത് കേട്ടില്ല, അപ്പൊ നിങ്ങൾ അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്ക് നൈറ്റ് മോഡാണോ രാവിലെ ആണോ മഴ പെയ്യുന്നത് ഇഷ്ടപ്പെട്ട് കമന്റ്. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയുണ്ട് മഴ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. പോലീസ് സ്റ്റേഷനുള്ളിലൊക്കെ അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ നൈറ്റ് മോഡാണോ രാവിലെ ആണോ മഴയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ രണ്ടും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ചുകൂടെ നൈറ്റ് മോഡാണ് ഇഷ്ടപ്പെട്ടത്, നൈറ്റിൽ മഴ വീണാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മൾ ടാറോക്സിന്റെ ഒക്കെ ചിപ്പ് കോഡ് കയ്യിൽ പറഞ്ഞിങ്ങനെ എന്താ ഡൗട്ട് ഉണ്ട് കമന്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഞാൻ റിപ്ലൈ ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെടാം.